PM ശ്രീയിൽ നിന്ന് ഉപാധികളില്ലാതെ പിൻവാങ്ങണം. വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകി SFI. SFIക്കാരൻ ലീഗിൻ്റെ മന്ത്രി അഡ്വക്കേറ്റ് N ഷംസുദ്ദീനെ കണ്ട് ഒരു നിവേദനം നൽകുന്ന ചിത്രം കൂടി ഈ SFIക്കാർ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പം എന്താണ് പറയുന്നത്? യാതൊരു ഉപാധികളുമില്ലാതെ തീർത്തും ഈ പറയുന്ന PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങണം. അതിന് ഉപാധികളോ മറ്റുള്ളതൊന്നും ഉണ്ടാവരുത്. അങ്ങനെ ഒരു സംഭവം വേണ്ട എന്ന് SFIക്കാരൻ ലീഗിൻ്റെ മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. കൊള്ളാം. എന്തായാലും SFIക്കാരാ, നിങ്ങളുടെ ആ ഒരു വിശ്വാസമുണ്ടല്ലോ, നിങ്ങളുടെ ആ വിശ്വാസത്തെ ലീഗിൻ്റെ മന്ത്രി കാത്തു സൂക്ഷിക്കും. നിങ്ങൾക്കതിലൊരു തർക്കമൊന്നും വേണ്ട അല്ലേ? നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി, നിങ്ങളുടെ മുഖ്യമന്ത്രി, ആ രണ്ടു പേർക്കും സാധിക്കാതിരുന്ന കാര്യം, അവർ രണ്ടുപേരും ചെയ്യാതിരുന്ന കാര്യം, അവർ രണ്ടുപേരും നിങ്ങളെപ്പോലും അറിയിക്കാതെ, നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയെ പോലും അറിയിക്കാതെ, നിങ്ങളുടെ ക്യാബിനറ്റിലെ ബാക്കിയുള്ള മന്ത്രിമാരെ പോലും അറിയിക്കാതെ ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും തലയിൽ മുണ്ടിട്ട് പോയിട്ട് ഒപ്പിട്ട ആ പദ്ധതിയിൽ നിന്ന് നിങ്ങളുടെ വിശ്വാസം കാൽക്കാൻ ലീഗിൻ്റെ മന്ത്രിയുണ്ട്. നിങ്ങളുടെ വിശ്വാസം അല്ല, കേരളത്തിൻ്റെ വിശ്വാസം കാക്കാൻ ലീഗിൻ്റെ മന്ത്രിയുണ്ട്. മനസ്സിലായില്ലേ? ഇനി SFIക്കാർക്ക് അറിയാത്ത ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 2025 ഒക്ടോബർ 23 PM ശ്രീയിൽ കേരള സർക്കാർ ഒപ്പിടുന്നു. 2023 ഒക്ടോബർ 25. അത് കഴിഞ്ഞിട്ട് 2026 മാർച്ച് 15 വരെ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെയുള്ള കാലയളവുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ മന്ത്രിമാർക്ക് ആർക്കും ആ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ യാതൊരു ഉപാധികളുമില്ലാതെ, വിത്തൗട്ട് എനി കണ്ടീഷൻ, ഒരു കണ്ടീഷനുമില്ലാതെ അതിൽ നിന്ന് പിൻവാങ്ങാൻ സാധിച്ചില്ല എന്നുള്ള ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളും കേരളവും കേരളത്തിൻ്റെ പ്രതിപക്ഷവും നിങ്ങളുടെ ഘടകകക്ഷിയായുള്ള CPIയും എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും ശിവൻകുട്ടിയും അല്ലാത്ത കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങൾ പ്രതിഷേധിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ശിവൻകുട്ടി ഒരു കത്തയച്ചു കേന്ദ്ര ഗവൺമെൻറ്റിന്. ആ കത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ പദ്ധതി ഒരർത്ഥത്തിലും നടപ്പിലാക്കുന്നില്ല, ഞങ്ങൾ ഒരുപാധികളുമില്ലാതെ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. വളരെ കൃത്യമായിട്ട് ഒരു നൂലാമാലകളും ഇല്ലാതെ ഈ ഒക്ടോബർ 23 മുതൽ ഒക്ടോബർ അടുത്ത ഒരു 30 ദിവസത്തെ കാലത്തേക്ക്, അടുത്ത 30 ദിവസക്കാലത്തേക്ക് ഒരു ഉപാധികളുമില്ലാതെ, ഒരു നൂലാമാലകളുമില്ലാതെ പിൻവാങ്ങാനുള്ള സാവകാശവും ഉണ്ടായിരുന്നു. ആ 30 ദിവസം കഴിഞ്ഞിട്ടുള്ള പിൻവാങ്ങലിന് ഒരുപാട് നൂലാമാലകൾ ഉണ്ട് താനും. അപ്പോൾ ആ 30 ദിവസം കൊണ്ട് പിൻവാങ്ങാനുള്ള ഒരു സാവകാശം ഉണ്ടായിട്ട് അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, ആ 30 ദിവസത്തിൽ കത്തയച്ചത് എന്താണ്? എന്താ കത്തയച്ചത്? താൽക്കാലികമായിട്ട് ഒന്ന് മരവിപ്പിച്ച് തരണം, ഞങ്ങൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ്, പഠിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം തരണം, ഇതല്ലേ കത്തിൽ പറഞ്ഞത്. അപ്പോൾ എടോ SFIക്കാരാ, നിങ്ങളുടെ മന്ത്രിയും നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങൾ പറഞ്ഞതിനെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസത്തെ തല്ലിത്തകർത്തവരാണ് നിങ്ങളുടെ പിണറായി വിജയനും നിങ്ങളുടെ മുഖ്യമന്ത്രിയും. ഇനി ഇന്ന് പുറത്തു വന്ന ഒരു വാർത്തയുണ്ട്. എന്താണ് ആ വാർത്ത? ഈ 2025 ഒക്ടോബർ 23 PM ശ്രീയിൽ ഒപ്പുവെക്കുന്നു. ആ ഒപ്പുവെച്ചത് മുതൽ ആണോ ഇതിൻ്റെ ചർച്ചകൾ തുടങ്ങിയത്? അല്ല എന്നുള്ളതാ. വളരെ കൃത്യമായിട്ട് അതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ PM ശ്രീ നടപ്പിലാക്കാൻ പിണറായി വിജയൻ ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വരിക. ഇപ്പം നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. 2024 7-ാം മാസം 4-ാം തീയതി 2024 എന്ന് പറഞ്ഞാൽ ഒപ്പിടുന്നതിൻ്റെ ഒരു വർഷം മുമ്പ്
1 വർഷം മുമ്പ് പുറത്തിറക്കിയ ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. ആ ഗവൺമെൻറ് ഓർഡർ നമ്പറൊക്കെ കൃത്യമായിട്ടുണ്ട്. ജിയോ പുറത്തിറക്കി. ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കേരളം, തിരുവനന്തപുരം, ഡേറ്റ് 4/7/2024. ഇന്ന് മനോരമ പുറത്തുവിട്ട ഒരു ജിയോ ആണ്. ആ ജിയോയിൽ എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ 2025 ഒക്ടോബർ 23 ഒപ്പിടുന്നതിന് മുമ്പ് ഈ പദ്ധതി PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ പിണറായി വിജയൻ സർക്കാർ തീരുമാനിച്ചിരുന്നു എന്ന് മാത്രമല്ല, അന്ന് ആ PM ശ്രീ എന്ന് പറയുന്ന RSSൻ്റെ ഹിന്ദുത്വ അജണ്ടയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഗവൺമെൻറ് ഓർഡർ. എ ന്യൂ സെൻട്രലി സ്പോൺസേർഡ് സ്കീം, ദ PM ശ്രീ scheme was launched on 7th September 2022. Under the scheme, over 14,500 PM Shri schools will be established all across the country. By providing them with dedication, targeted and all-inclusive interventions to ensure holistic transformation at all levels, including access, quality, equity and inclusion എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ ഓർഡറാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ ഓർഡർ വന്നിരിക്കുന്നത് 2024 എന്നുള്ളതാണ്. PM ശ്രീ എന്ന് പറയുന്നത് രാജ്യത്ത് സമഗ്രമായ മാറ്റത്തെ കൊണ്ടുവരും, അത് ഇൻക്ലൂസീവാണ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അങ്ങ് പുകഴ്ത്തി പാടിക്കൊണ്ടാണ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഓർഡർ പുറത്തിറക്കിയത്, ജിയോ പുറത്തിറക്കിയത്. അപ്പോൾ 2025 ഒക്ടോബർ 23 ഒപ്പിടുന്നതിന് മുമ്പ് ഇവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് അത്രയും പൊള്ളയായ പച്ച നുണകളാണ് എന്നുള്ളതാണ്. എന്തായാലും SFIക്കാരാ, നിൻ്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ ലീഗുകാരൻ വേണം. ലീഗുകാരനെ കൊണ്ടേ അതിന് സാധിക്കുകയുള്ളൂ. ലീഗുകാരൻ്റെ മന്ത്രിയെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഞാനിതിവിടെ എന്തിനാ പറഞ്ഞത് എന്ന് നിങ്ങൾ വിളിക്കൂ. മനസ്സിലായില്ലേ? ഇവരൊപ്പിട്ട്, ഇവർ നടപ്പിലാക്കി, ഇവർ പൈസ വാങ്ങി, ഇവർ കൊണ്ടുവന്ന ഒരു പദ്ധതി. ആ പദ്ധതി ഇപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു. 32 ദിവസങ്ങളാകുന്നു. ഇനി നിമിഷം വരെ ആ പദ്ധതിയെക്കുറിച്ച് ഒരു തുടർ നടപടികളും അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ പദ്ധതിയിൽ നിന്ന് എങ്ങനെയാണ് പിൻവാങ്ങാൻ പറ്റുക, എങ്ങനെയാണ് ആ പദ്ധതിയെക്കുറിച്ചുള്ള ബാക്കിയുള്ള അതിനെക്കുറിച്ചൊരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഒരു ഉപസമിതിയെ ഉണ്ടാക്കിയിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ ഒപ്പിട്ട ആളുകൾ, രാത്രി തലയിൽ മുണ്ടിട്ട് പോയ ആളുകൾ, ഞങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ച് സമയം തരണം എന്ന് കത്തെഴുതിയ ആളുകൾ, താൽക്കാലികമായിട്ട് ഒന്ന് സസ്പെൻഡ് ചെയ്ത് തരണം, ടെമ്പററി സസ്പെൻഡ് വേണം എന്നാവശ്യപ്പെട്ട ആളുകൾ, ഞാൻ നിലപാട് മാറ്റി, ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറഞ്ഞതാ, ഞാൻ നിലപാട് മാറ്റി. NEPക്ക് എന്താ ഒരു പ്രശ്നം, എന്താ NEPക്ക് ഒരു പ്രശ്നം, എന്താ NEPക്ക് പ്രശ്നം എന്ന് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്ന ശിവൻകുട്ടി ഇപ്പം എന്താ പറയുന്നത്? UDF സർക്കാർ ഇത് നടപ്പിലാക്കാൻ പോവുക. അപ്പോൾ ഒപ്പിട്ട ആൾക്കാരോ, ഞങ്ങൾ നരേന്ദ്രമോദിയെ പൊട്ടന്മാരാക്കിയതാ, നരേന്ദ്രമോദിയെ പൊട്ടനാക്കിയതാണ് ഞങ്ങൾ അല്ലേ? മെനിഞ്ഞാൻ സ്വരാജ് വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്താ പറഞ്ഞേ? ഞങ്ങൾ ഒപ്പിട്ടത് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയല്ല. നടപ്പിലാക്കാൻ വേണ്ടിയല്ലേ പിന്നെ എന്തിനാ ഒപ്പിടാണ്ടെന്നാ പോരെ? നടപ്പിലാക്കിയത് ഒപ്പിട്ടത് നടപ്പിലാക്കാൻ വേണ്ടിയല്ല എന്ന്. അപ്പം പിന്നെന്തിനാ ഒപ്പിട്ടത്? ഒപ്പിടാതിരുന്നാൽ പോരായിരുന്നോ? നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെൻറ്റും പൊട്ടന്മാരാണ്, അവർ പൊട്ടനാക്കിയതാണ് ഞങ്ങൾ എന്ന് വാദിക്കുന്നവരോട് നമ്മൾ എന്ത് പറയാനാ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, SFIക്കാരൻ്റെ വിശ്വാസത്തെയും കാത്തു സൂക്ഷിക്കണമെങ്കിൽ ലീഗുകാരൻ തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഇപ്പം ഇവർ ഞങ്ങളിത് നടപ്പിലാക്കാൻ വേണ്ടിയല്ല ഒപ്പിട്ടതെന്ന് പറയുമ്പോഴും ഞാനൊരു വാദത്തിനത് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുക. അപ്പോൾ ഒപ്പിട്ടത് എന്തിനാന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ ബാക്കി. അപ്പോൾ ഈ ഒപ്പിട്ടത് എന്തിനാ? ഒപ്പിട്ടത് ഒന്നിനും വേണ്ടിയിട്ടല്ല. പിന്നെന്തിനാ ഒപ്പിട്ടത്
എന്തോ ചില ഭയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പേടി കുടുങ്ങി മനസ്സിൽ, പേടി, ഭീരുത്വം, ഭയം. ആ ഭയത്തിൽ നിന്നാണ് ഇത് ഒപ്പിടാനുള്ള തീരുമാനമുണ്ടായത്. ഇപ്പം എന്ത് കാണിച്ചാ ഭയപ്പെടുത്തിയത്? എന്തോ ഒന്ന് കാണിച്ച് ഭയപ്പെടുത്തി. ആരെയാ ഭയപ്പെടുത്തിയത്? ശിവൻകുട്ടിയാണോ? നെവർ എവർ. ശിവൻകുട്ടിയെയല്ല. കാരണം ശിവൻകുട്ടിയെ ഭയപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല. തീരുമാനം ശിവൻകുട്ടിയുടേതല്ല, തീരുമാനം പിണറായി വിജയൻ്റെതാ. പിണറായി വിജയനെയാണ് ഭയപ്പെടുത്തിയത്. എന്തോ ഒന്ന് കാണിച്ചു, ഒരു കൈരേഖ ബ്ലാക്ക് മെയിൽ ചെയ്തു. ആ ബ്ലാക്ക് മെയിൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ഒപ്പിട്ടെ. കാരണം ആ കൈരേഖയിൽ പിണറായി വിജയൻ്റെ കഴുത്തിലെ കുരുക്ക് മുറുക്കാനുള്ള കൈരേഖയായിരുന്നു അത്. വേറെ നിവൃത്തിയില്ലായിരുന്നു. കാരണം ഒപ്പിട്ടില്ലെങ്കിൽ ആ കുരുക്ക് മുറുക്കും. മുറുക്കിയാൽ എന്താ? ശ്വാസം മുട്ടും. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഒപ്പിട്ടത്. സംഭവം സഖാക്കൾ പറയുന്ന ഈ കാര്യം ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയല്ല ഒപ്പിട്ടത് എന്ന് പറയുന്നത് ശരിയാ. ഏതർത്ഥത്തിൽ? ഈ പറയുന്ന ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒപ്പിട്ടത്. അപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഞങ്ങളിത് നടപ്പിലാക്കൂല. ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളുടെ കാലാവധി തീർന്നത് ഭാഗ്യം. അതല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ ഇപ്പം നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നിൽ കാണിക്കുന്ന അതേ വിധേയത്വം നരേന്ദ്രമോദിക്ക് മുന്നിൽ പിണറായി വിജയൻ കാണിക്കേണ്ടി വരുമായിരുന്നു. എന്ത് കാണിച്ചാണോ ഒപ്പിടിയിപ്പിച്ചത് അത് തന്നെ വീണ്ടും കാണിച്ച് പിണറായി വിജയനെ കൊണ്ട് ഇത് ആക്കിക്കുമായിരുന്നു. പിണറായി വിജയൻ തന്നെ സ്കൂളുകളുടെ ലിസ്റ്റ് വെള്ളിത്തളികയിൽ കൊണ്ടുപോയി നരേന്ദ്രമോദിയുടെ കാൽ കീഴിൽ വെക്കുമായിരുന്നു. കാലാവധി തീർന്നതുകൊണ്ടും ജനം കാർക്കിച്ച് തുപ്പി അടിച്ച് പുറത്താക്കിയത് കൊണ്ടും മാത്രം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ഇച്ചിരി കൂടി സമയമുണ്ടായിരുന്നെങ്കിൽ, ഒരു വർഷം, ഒരു നെക്സ്റ്റ് അധ്യയന വർഷത്തിൻ്റെ ഒരു കാലം കൂടി ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ ഈ സ്കൂളുകളുടെ ലിസ്റ്റ് വെള്ളിത്തളികയിൽ കൊണ്ടുപോയി വെച്ചേനെ എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായില്ല എന്നാ. കാരണം ഒപ്പിടുന്നത് എപ്പോഴാ? 2025 ഒക്ടോബർ 23 അല്ലേ? ഒക്ടോബർ 23 ഒപ്പിടുന്നു. അത് കഴിഞ്ഞിട്ട് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഒരു 5 മാസക്കാലാണ് കിട്ടിയത്. അപ്പം അതിനിടയിൽ എന്ത് വന്നു? അതിനിടയിൽ ഈ ഒപ്പിടുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നു തുടങ്ങി. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ചർച്ചകൾ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് സർക്കാർ ഏകദേശം അവസാനിച്ചപ്പോഴാണ് ഈ പറയുന്ന പദ്ധതിയിൽ ഒപ്പിട്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു അധ്യയന വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ പിണറായി വിജയൻ തന്നെ വെള്ളിത്തളികയിൽ സ്കൂളുകളുടെ ലിസ്റ്റ് പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ കാൽ കീഴിൽ കൊണ്ടുവെക്കുമായിരുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം. എന്താണെങ്കിലും SFIക്കാരൻ്റെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ ലീഗുണ്ട്. ലീഗുകാരൻ അത് SFIക്കാരനായത് കൊണ്ടല്ല. SFIക്കാരാ, നിനക്കും അവസാന ഹോപ്പ് അത് ലീഗിലാണ്, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയിലാണ്, മുസ്ലിം ലീഗിൻ്റെ മന്ത്രി N. ശംസുദ്ദീനിലാണ് എന്നുള്ളതാണ്.